കാർമേഘങ്ങളിൽ നിന്ന് നാം ഇറക്കിയിരിക്കുന്നു. കോരിച്ചൊരിയുന്ന മഴയെ അതിലൂടെ സസ്യങ്ങളും പഴങ്ങളും ഭൂമിയിൽ ഉണ്ടാകാൻ വേണ്ടി ഈ ആയത്ത് മകന് നമ്മൾ ഓതി കൊടുക്കണം. അപ്പൊ മോൻ ചോദിക്കും, വാപ്പിച്ച് എങ്ങനെയാണ് കിണറിൽ വെള്ളം ഉണ്ടാകുന്നത്? നിഷ്കളങ്കമായ ചോദ്യമാണ്. ക്യൂരിയോസിറ്റി കൂടുതലാണ് കുട്ടികൾക്ക്. ആ ക്യൂരിയോസിറ്റി രക്ഷിതാക്കൾ കൃത്യമായി മുതലെടുത്ത് അവരുടെ വൈജ്ഞാനിക മണ്ഡലം വികസിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ പേരന്റും അതിന് പര്യാപ്തമുള്ള വൈജ്ഞാനിക തികവുള്ളവരായിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ കുട്ടി ചോദിക്കും, വാപ്പിച്ച് എങ്ങനെയാണ് കിണറിൽ നിന്ന് വെള്ളം ഉണ്ടാകുന്നത്? അപ്പൊ സൂറത്തുൽ മുൽക്കിന്റെ അവസാനത്തെ ആയത്ത് ഓതി കേൾപ്പിക്കണം. أرأيتم إن أصبح ماؤكم غورا فمن يأتكم بماء معين. നിങ്ങൾക്ക് നിങ്ങളുടെ വെള്ളം പറ്റിപ്പോയാൽ, ജലക്ഷാമം അനുഭവപ്പെട്ടാൽ നിങ്ങൾക്ക് ആരാണ് വെള്ളം തരുന്നതെന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. നിങ്ങൾക്ക് ജലക്ഷാമം അനുഭവപ്പെട്ടാൽ ആരാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നതെന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഈ ആയത്ത് ഓതുമ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ സുന്നത്തുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ സുന്നത്തുണ്ട്. ആരാണ് നിങ്ങൾക്ക് വരൾച്ചയിൽ നിന്ന് വെള്ളം തരുന്നത്? ആരാണ് ജലക്ഷാമം വന്നാൽ നിങ്ങൾക്ക് വെള്ളം തരുന്നത്? അല്ലാഹു റബ്ബുൽ ആലമീൻ. മോനെ, അല്ലാഹു ആണ് നമുക്ക് വെള്ളം തരുന്നത്. എല്ലാം അല്ലാഹു ആണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ മകൻ ചോദിക്കും, വാപ്പിച്ചി ഈ സൂര്യൻ എങ്ങനെയാണ് കത്തുന്നത്? ആരാണ് ഇതിന്റെ ലൈറ്റ് ഇടുന്നത്? അപ്പൊ സൂറത്തുൽ നൂഹിന്റെ 16-ാമത്തെ ആയത്ത് നാം ഓതി കേൾപ്പിക്കണം. വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല അശ്-ശംസ സിറാജാ. സൂര്യൻ എന്നുള്ളത് അതിന്റെ സ്വന്തം ഇന്ധനം കൊണ്ട്, സിറാജ് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. സ്വന്തം ഇന്ധനം കൊണ്ട് വിളക്ക് പോലെ കത്തുന്നു വിളക്കാണ് സൂര്യൻ. 1400 വർഷം മുമ്പ് ഖുർആൻ സൂര്യനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് സ്വന്തം ഇന്ധനം കൊണ്ട് കത്തുന്നു, അഥവാ വിളക്കാണെന്നാണ്. ഇന്ന് സയന്റിഫിക്കൽ എക്സ്പീരിയൻസിന്റെ ലോകം സൂര്യൻ അതിന്റെ സ്വന്തം വാതകങ്ങൾ കൊണ്ടും മൂലകങ്ങൾ കൊണ്ടും സ്വയം കത്തുന്നു എന്ന്, ഹീലിയം പോലെയുള്ള വാതകങ്ങൾ കൊണ്ട് സ്വയം കത്തുന്നു എന്ന് കണ്ടുപിടിക്കുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ സൂര്യനെ പരിചയപ്പെടുത്തിയത് സിറാജാ, അത് വിളക്ക് പോലെയാണ്, വിളക്കാണ്, സ്വന്തം ഇന്ധനം കൊണ്ട് കത്തുകയാണ്. മകന് സൂര്യനെ കുറിച്ച് ചോദിക്കുമ്പോ ഈ ആയത്ത് ഓതി കേൾപ്പിക്കണം. അപ്പൊ മകൻ ചോദിക്കും, വാപ്പിച്ച് എങ്ങനെയാണ് ഈ കാണുന്ന രാത്രിയും പകലും മാറി മറിയുന്നത്? ആരാണ് കൃത്യമായി ലൈറ്റ് ഇടുന്നത്? ആരാണ് കൃത്യമായി ലൈറ്റ് ഓഫ് ചെയ്യുന്നത്? സൂര്യനെ കൃത്യമായി ഉണർത്തുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോ സൂറത്തുൽ ആൽ ഇംറാനിന്റെ 26-27 ആയത്ത് നാം ഓതി കേൾപ്പിക്കണം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل ويخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. അല്ലാഹുവാണ് രാത്രി പകലുകളെ മാറ്റി മറിക്കുന്നത് മോനെ എന്ന് പറഞ്ഞു കൊടുക്കണം. എല്ലാം അല്ലാഹുവിന്റെ ശക്തിയാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദാ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون.